കൊച്ചിയുടെ മുഖമുദ്ര എന്നറിയപ്പെടുന്ന പാലം, തോപ്പുംപടി പഴയ പാലം, ഹാർബർ പാലം, മട്ടാഞ്ചേരി പാലം എന്നിങ്ങനെ പേരുകൾ അനേകം. എന്നാൽ ഈ വിശേഷണങ്ങൾക്കെല്ലാം അപ്പുറമാണ് നിലവിലെ പാലത്തിന്റെ സ്ഥിതി. അറ്റകുറ്റപ്പണികൾക്കായി ടാറിംഗ് നീക്കിയപ്പോൾ കോൺക്രീറ്റിന് മുകളിൽ വലിയ വിള്ളലുകൾ രൂപപ്പെട്ടിരിക്കുന്നതായാണ് കണ്ടെത്തിയത്. പൈതൃക കൊച്ചിയെയും തുറമുഖ കൊച്ചിയെയും ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ ദൃശ്യങ്ങളിലേക്ക്. ഒരു കിലോമീറ്റർ നീളത്തിൽ 16 സ്പാനുകളിലായി സ്പ്രിംഗ് സംവിധാനത്തോടെ നിർമ്മിച്ച തോപ്പുംപടി പാലത്തിന് 84 വയസ്സ് പിന്നിടുന്നു. തുറമുഖ ശില്പി റോബർട്ട് ബ്രിസ്റ്റോയാണ് പാലം രൂപകൽപ്പന ചെയ്തത്. ഇന്ത്യയിൽ തന്നെ ആദ്യ ടെക്നോളജി അഡ്വാൻസ് ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന ഈ പാലം ഇപ്പോൾ സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുകയാണ്. പുതുവർഷം പിറക്കുന്നതിനു മുൻപ് പാലത്തിനെ മനോഹരമാക്കിയെടുക്കാൻ അധികൃതർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് ഭീഷണിയായി വലിയ തരത്തിലുള്ള വിള്ളലുകളാണ് പാലത്തിൽ രൂപപ്പെട്ടിരിക്കുന്നത്. പുനരുദ്ധാരണത്തിനായി പാലത്തിന്റെ മേൽത്തട്ടിലെ ടാറ് പൊളിച്ചു നീക്കിയപ്പോഴാണ് കോൺക്രീറ്റിന് മുകളിൽ വിള്ളലുകൾ കണ്ടെത്തിയത്. ഇത് പരിഹരിച്ച് പാലം ഗതാഗത യോഗ്യമാക്കാൻ ഇനിയും ദിവസങ്ങളെടുക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. എന്നാൽ പാലം അടച്ചിട്ടിട്ട് ഒരാഴ്ച പിന്നിടുമ്പോൾ അറ്റകുറ്റപ്പണി അനിശ്ചിതമായി നീളുന്നതോടെ പശ്ചിമ കൊച്ചിയിൽ യാത്രാക്ലേശവും രൂക്ഷമായി ാണ്. യാത്രക്കാർ മാത്രമല്ല, രോഗികളുമായി പോകുന്ന ആംബുലൻസുകളും ഗതാഗത കുരുക്കിൽ ഏറെ വലയുന്നുണ്ട്. തോപ്പുംപടി ജംഗ്ഷൻ ഒഴിവാക്കി സമാന്തര റോഡുകളിലൂടെ ഗതാഗതം തിരിച്ചുവിടാൻ നടപടി വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.